വീട്ടമ്മമാരുടെ പെൻഷൻ ഇപ്പൊ കേരളത്തിൽ ആരംഭിക്കും. ഇന്ത്യയിൽ ആദ്യമായി, രാജ്യത്ത് ആദ്യമായി. ഇവിടെ ഒരുപാട് വീട്ടമ്മമാർ ഇരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ജനവിഭാഗം ഏതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കേരളത്തിലെ ഏതെങ്കിലും ഫാക്ടറിയിലെ ജീവനക്കാരല്ല, കേരളത്തിലെ വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നവർ എന്നതാണ് സത്യം. കേരളത്തിലെ വീടുകൾ നിലനിർത്തുന്നത് സത്യത്തിൽ വീട്ടമ്മമാരാണ്. അവരുടെ അധ്വാനം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ആദ്യം ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കുന്നത് ആരാണ്? വീട്ടമ്മമാരെ. എല്ലാവരും ഏറ്റവും ഒടുവിൽ കിടന്നുറങ്ങുന്നത് ആരാണ്? അതും വീട്ടമ്മമാരെ. സൂര്യോദയത്തിന് മുൻപ് മുതൽ ആരംഭിച്ചാൽ പാതിരാത്രി വരെ നീണ്ടു നിൽക്കുന്ന വീട്ടുജോലികൾ ചെയ്യുന്നവരാണ് നമ്മുടെ വീട്ടമ്മ. നേരം വെളുത്താൽ ഉടനെ വീടും മുറ്റവും ഒക്കെ തൂത്തുവാരി വൃത്തിയാക്കാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മയുണ്ടോ? ഇല്ല. സത്യത്തിൽ PSC വഴി അഡ്വൈസ് മെമ്മോ കിട്ടി ജോയിൻ ചെയ്യേണ്ട ഒരു ജോലിയാണ് പാർട്ട് ടൈം സ്വീപ്പർ. അതിന് ശമ്പളമുണ്ട്. അത് കഴിഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മയുണ്ടോ? ഇല്ല. കുക്കർ, അത് മറ്റൊരു ജോലിയാണ്, PSC ജോലി. അതിന്റെ സ്കെയിൽ വേറെയാണ്, ശമ്പള സ്കെയിൽ. വസ്ത്രം അലക്കി വൃത്തിയാക്കാത്ത ഏതെങ്കിലും ഒരു വീട്ടമ്മയുണ്ടോ കേരളത്തിൽ? ഡോബി, അതൊരു PSC ജോലിയാണ്. ഇങ്ങനെ എത്ര ജോലികൾ. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് മിക്കവാറും വീട്ടമ്മമാരാണ്. അപ്പൊ ഒരു ട്യൂട്ടറുടെ ജോലി അവിടെ ചെയ്യുക. പ്രായം കൊണ്ട് അവശതയായി അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി വീട്ടിൽ ഒരാൾ കിടപ്പിലായാൽ അവരെ ശുശ്രൂഷിക്കുന്ന പണിയും വന്നു ചേരുക സാധാരണ വീട്ടമ്മയിൽ തന്നെയാണ്. അപ്പൊ ഒരു ഹോം നഴ്സിന്റെയോ നഴ്സിന്റെയോ ഒക്കെ ജോലി ചെയ്യും. അപ്പൊ എത്ര ജോലികളാണ് ചെയ്യുന്നത്. എങ്കിലും ആ ജോലിയൊന്നും വിലമതിക്കപ്പെടുന്നില്ല. കേരളത്തിലെ വീടുകളെ നിലനിർത്താൻ ആരോഗ്യം മുഴുവൻ ഉപയോഗിക്കുന്ന, തലമുറകളായി പതിറ്റാണ്ടുകളായി പണിയെടുത്ത് നടുമുടിഞ്ഞ കേരളത്തിലെ വീട്ടമ്മമാർ, ആ വീട്ടമ്മമാരുടെ അധ്വാനത്തിന്റെ മൂല്യം ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തിരിച്ചറിഞ്ഞ് അവർക്കൊരു പാരിതോഷികം കൊടുക്കണമെന്ന് തീരുമാനിച്ച് പ്രതിമാസ പെൻഷൻ സർക്കാർ ഖജനാവിൽ നിന്നും വീട്ടമ്മമാർക്ക് നൽകുന്നു. അതാണ് വീട്ടമ്മമാരുടെ പെൻഷൻ. വേറെ ആർക്കെങ്കിലും തോന്നിയോ വീട്ടമ്മമാർക്ക് ഇങ്ങനെയൊരു ആനുകൂല്യം നൽകണം, ഒരാശ്വാസം കൊടുക്കണം? അവർ കേരളത്തിന്റെ സ്വത്താണ്. ഈ സമൂഹത്തെ നിലനിർത്തുന്നത് അവരുടെ അധ്വാനമാണ്. നമുക്കാണ് തോന്നിയത് ഇത് വീട്ടമ്മമാരുടെ സർക്കാർ.